8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ 8ൻ്റെ പണി കിട്ടിയിട്ട് ഇപ്പോൾ 9ാം ക്ലാസ്സിലേക്ക് കയറാനായിട്ട് നിൽക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഓക്കെ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നായിട്ടൊരു കാര്യം പറയട്ടെ. നമ്മൾ 9ാം ക്ലാസ്, 10ാം ക്ലാസ്, +1, +2 വരെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് നമ്മുടെ സപ്പോർട്ടോട് കൂടിയിട്ട് നിങ്ങൾക്ക് സ്കൂളിലത്തെ എന്ത് ഡൗട്ട് വേണമെങ്കിലും കറക്റ്റ് ചെയ്യാവുന്ന രീതിയിലും, അതുപോലെ തന്നെ നിങ്ങളുടെ നോട്ട്സ്, അതുപോലെ തന്നെ ഹോംവർക്ക്സ് അതിലൊക്കെ നിങ്ങൾക്കൊരു ഹെൽപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ ഒരു യൂട്യൂബ് ഫാമിലി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 10ന് നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു 250 കുട്ടികളോളമാണ് നമ്മൾ 10ൽ എടുത്തിട്ടുള്ളത്. ഓൾമോസ്റ്റ് കവേർഡ് ആണ്. ഇനി കൂടുതൽ അഡ്മിഷൻ വരികയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 9ാം ക്ലാസ്സിലുള്ള കുട്ടികൾക്ക് നമ്മൾ ഓൺലൈനായിട്ട് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പോൾ താല്പര്യമുള്ള കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ആദ്യം എനിക്ക് വാട്സപ്പ് ചെയ്യുക, പേര് വാട്സപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ 9th ഏതാണോ സ്റ്റാൻഡേർഡ്, 9th ആണോ, നിങ്ങൾ 8th എന്ന് ടൈപ്പ് ചെയ്താൽ മതി കേട്ടോ. കാരണം 9ാം ക്ലാസ്സിലത്തെ പിള്ളേർ 10ലേക്ക് വരുന്ന സമയത്ത് 9th എന്നാണ് ടൈപ്പ് ചെയ്തിട്ട് കയറുന്നത്. ഓക്കെ. അപ്പോൾ നിങ്ങൾ 8th എന്ന് ടൈപ്പ് ചെയ്താൽ മതിയാവും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഗ്രൂപ്പല്ല ചെയ്യുന്നത്. ഗ്രൂപ്പ് ആവുന്ന സമയത്ത് ബോയ്സ്, ഗേൾസ്, മെസ്സേജിങ് അങ്ങനെ ഇഷ്യൂസൊക്കെ ഉള്ളത് കൊണ്ട് നമ്മൾ ബ്രോഡ്കാസ്റ്റിംഗ് ആണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇൻഡിവിജ്വലി നിങ്ങൾക്ക് സപ്പോർട്ട് ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ആ രീതിയിലാണ് നമ്മൾ ഈ ബ്രോഡ്കാസ്റ്റിംഗ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ യൂട്യൂബ് ഫാമിലിയിൽ ചേരാനായിട്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികളുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാട്സപ്പ് ചെയ്യുക. നമ്പർ ഞാനവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ പേര് ഏതാണോ ക്ലാസ് എന്നുള്ളത് വാട്സപ്പ് ചെയ്യുക. ഓക്കെ. വേറൊരു കാര്യം കൂടി, യെസ്, നിങ്ങൾക്ക് ഈ ഒരു 9ാം ക്ലാസ്സിൽ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ക്ലാസ്സുകളും കാര്യങ്ങളും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ വർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ ചെയ്തു തീർക്കാനായിട്ട് നോക്കുക. ഓക്കെ. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷാണ് ആദ്യമായിട്ട് ചെയ്യുന്നത്. അധികം ടൈം എടുക്കുന്നില്ല. നമുക്ക് മാക്സിമം പെട്ടെന്ന് തന്നെ ആയിട്ട് എഴുതി പോകാവുന്നതാണ്. കാരണം ഇത് സബ്മിറ്റ് ചെയ്യേണ്ട ടൈമൊക്കെ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നോക്കുക, വർക്ക്ഷീറ്റ് 1 ഒരു പിക്ചർ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും എവിടുത്തെ പിക്ചറാണ് എന്നുള്ളത് ഓരോ കുട്ടിയുടെ മനസ്സിലും വന്നിട്ടുണ്ടാവും. ഒന്ന് നോക്കി നോക്കിയാൽ ഈ പിക്ചർ ഓർമ്മയുണ്ടോ എന്നുള്ളത്. നമ്മുടെ 8th സ്റ്റാൻഡേർഡിലത്തെ ഇംഗ്ലീഷിലത്തെ ആദ്യത്തെ ചാപ്റ്ററിലത്തെ ഒരു പിക്ചറാണെന്ന് മനസ്സിലായിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ കാണുന്നത് ആരൊക്കെയാണെന്നുള്ളത് പറയാം. അപ്പോൾ അതിന് മുന്നേ അവിടെ തന്നെ താഴെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പിക്ചറിൽ കാണുന്നത് ആരുടെയാണ്? ഒരു കൊട്ടാരമാണ്. അവിടെ ഒരു ഫ്ലെമിഷ് പെയിൻറ്റർ വരുന്നുണ്ട്. പിന്നെ ആളൊരു വന്നിട്ടുള്ളത് ഒരു കഴുതയുടെ പുറത്താണ് വരുന്നത്. അവിടെ നമ്മുടെ ഒരു ക്യാപ്റ്റൻ ഉണ്ട്. ഓക്കെ. ക്യാപ്റ്റൻ ഓഫ് ഗാർഡ്സ് എന്ന് പറയുന്ന ആളുണ്ട്. ഓക്കെ. പിന്നെ ഒരു പാസേജ് അവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നേരെ പോകുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ടാണ്. ഓക്കെ. അപ്പോൾ നമ്മുടെ ടൈൽ എന്ന് പറയുന്ന ആളാണ് ആ കഴുതപ്പുറത്ത് വന്നിട്ടുണ്ടായിരുന്നത്, പെയിൻറ്റർ എന്ന് പറഞ്ഞ ആൾ. അപ്പോൾ അയാൾ എവിടേക്കാണ് ആദ്യമായിട്ട് വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഭാഗത്ത് ഈ ടൈലിനെ നമ്മൾ എവിടെ വെച്ചിട്ടാണ് കാണുന്നത് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരമാണ് ദ പാലസ് ഓഫ് ദി ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ്. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് നമ്മുടെ ടൈലിനെ നമ്മൾ ആദ്യമായിട്ട് കാണുന്നത്. ഓക്കെ. ഇനി രണ്ടാമത്തെ ചോദ്യം, എന്താണ് മറ്റുള്ളവരെ അട്രാക്റ്റ് ചെയ്തത്? തീർച്ചയായിട്ടും അവൻ്റെ ക്ലോത്ത്സ്, അപ്പിയറൻസ്. അപ്പോൾ ഹിസ് ക്ലോത്ത്സ് ആൻഡ് അപ്പിയറൻസ്, അവൻ്റെ വസ്ത്രധാരണ രീതിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അടുത്തത്, ടൈൽ എന്താണ് റൈഡ് ചെയ്തുകൊണ്ടിരുന്നത്? ഒരു ഡോങ്കിയുടെ പുറത്തായിരുന്നു. കുതിരയുടെ പുറത്തല്ല, ഒട്ടകത്തിൻ്റെ പുറത്തല്ല, ഡോങ്കിയുടെ പുറത്തായിരുന്നു. അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് പെർമിഷൻ കൊടുക്കാതിരുന്നത്? നമ്മുടെ ആരായിരുന്നു? നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് ഗാർഡ്സ് എന്തുകൊണ്ടാണ് ടൈലിന് അകത്തേക്ക് കിടക്കാനായിട്ട് പെർമിഷൻ കൊടുക്കാതിരുന്നത്? എന്തുകൊണ്ടാണ്? കാരണം എന്താണ്? ലോഫേഴ്സ് വർ നോട്ട് പെർമിറ്റഡ് ടു എൻ്റർ ദ പാലസ് പ്രിമൈസസ്. അതായത് കൊട്ടാരത്തിന് ചുറ്റുഭാഗത്തേക്കൊന്നും, അല്ലെങ്കിൽ പ്രിമൈസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുഭാഗം അടുത്തുള്ള സ്ഥലങ്ങളിലേക്കൊന്നും തെണ്ടികൾക്ക്, ലോഫേഴ്സ് എന്ന് പറഞ്ഞാൽ തെണ്ടികളാണ്, അവർക്ക് പ്രവേശനമില്ലായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ. അടുത്ത ചോദ്യം, നെക്സ്റ്റ്, ദ ക്യാപ്റ്റൻ ഓഫ് ദി ഗാർഡ്സ് ആൻഡ് ടൈൽ ആർ ടോക്കിംഗ് അബൌട്ട് ടൈൽസ് എൻട്രി ഇൻ ടു ദ പാലസ്. അപ്പോൾ ടൈലിന് നമ്മുടെ പാലസിൻ്റെ ഉള്ളിൽ കിടക്കണം. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് രണ്ടുപേരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ഫില്ല് ചെയ്യാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കുക, ക്യാപ്റ്റൻ പറയുന്നു, ഹേ വി ഡോണ്ട് അലോ എനി ലോഫേഴ്സ് ഹിയർ. നിൽക്കവിടെ, ഇവിടെ ഞങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആളുകളെയൊന്നും അകത്തേക്ക് കടത്തി വിടാറില്ല. അപ്പോൾ ടൈൽ പറയുന്നു, സർ ക്യാപ്റ്റൻ, ഗോഡ് ബ്ലെസ് യു, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ക്യാപ്റ്റൻ ചോദിക്കുകയാണ്, ഹേ പുവർ ലോഫർ, യു ആൻഡ് യുവർ ഡോങ്കി ലുക്ക് ലൈക്ക് സ്കെലറ്റൻസ്. നീയും നിൻ്റെ കഴുതയും സ്കെലിറ്റൻസ് പോലെ ഉണ്ടല്ലോ, എല്ലുന്തോലായിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു. ഹേ പുവർ ലോഫർ എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട തെണ്ടി എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പോൾ ടൈൽ പറയുന്നു, ഇഫ് ഐ ലുക്ക് ലൈക്ക് എ സ്കെലറ്റൻ ഇറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്. ഞാൻ സ്കെലറ്റൻ പോലെയാണെന്നുണ്ടെങ്കിൽ അതെൻ്റെ കുറ്റമല്ല. അപ്പോൾ ക്യാപ്റ്റൻ ചോദിക്കുന്നു, വൈ ഹാവ് യു കം ഹിയർ? അപ്പോൾ ടൈൽ പറയുന്നു, ഐ എം എ പെയിൻറ്റർ, ഐ ഹാവ് ബ്രോട്ട് എ പെയിൻറ്റിങ് ടു ദ ഹൈനസ്. ഞാനൊരു പെയിൻറ്ററാണ്, ഞാൻ രാജാവിനെ കാണിക്കാനായിട്ടൊരു, അല്ലെങ്കിൽ പ്രഭുവിനെ കാണിക്കാനായിട്ടൊരു പെയിൻറ്റിങ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. ഓക്കെ. എന്തിനാണ് വന്നതെന്ന് ചോദിച്ചപ്പോഴാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ക്യാപ്റ്റൻ ചോദിക്കുന്നു, വേർ യു കം ഫ്രം? നീ എവിടെ നിന്ന് വരുന്നത് എന്ന് ചോദിച്ചു. പെയിൻറ്ററാണെന്ന് പറഞ്ഞല്ലോ, അപ്പോൾ എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ടൈൽ എന്താണ് ആൻസർ പറഞ്ഞിട്ടുള്ളത്? ഐ കം ഫ്രം ഫ്ലാൻഡേഴ്സ്.
ഞാൻ വരുന്നത് ഫ്ലാൻഡേഴ്സിൽ നിന്നാണ്. അപ്പോൾ ക്യാപ്റ്റൻ പറയുന്നു ഇഫ് യു ആർ ഫ്ലമിഷ് പെയിൻറ്റർ പ്ലീസ് ഗെറ്റ് ഇൻ. അപ്പോൾ ക്യാപ്റ്റൻ പറയുന്നു നീ ഒരു ഫ്ലമിഷ് പെയിൻറ്റർ ആണെന്നുണ്ടെങ്കിൽ ഉള്ളിലേക്ക് കടന്നോളൂ. അപ്പോൾ ടൈൽ പറയുന്നു താങ്ക് യു ക്യാപ്റ്റൻ. എന്താ കാരണം എന്ന് മനസ്സിലായല്ലോ? ഫ്ലെമിഷ് പെയിൻറ്റർ എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല പെയിൻറ്റേഴ്സ് ഉള്ളത് ഫ്ലെമിഷിലാണ് എന്നുള്ളത് നമ്മുടെ ക്യാപ്റ്റൻ അറിയാമായിരുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ഫ്ലെമിഷ് പെയിൻറ്റർ ആണെന്നുണ്ടെങ്കിൽ അകത്തേക്ക് സ്വാഗതം എന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ താങ്ക് യു പറയുന്നു. ഇതാണ് കോൺവെർസേഷൻ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ആക്ടിവിറ്റി കഴിഞ്ഞിട്ടുണ്ട്. 8th സ്റ്റാൻഡേർഡ് വർക്ക്ഷീറ്റാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇംഗ്ലീഷാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ വർക്ക്ഷീറ്റ് 1 നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. വർക്ക്ഷീറ്റ് 2 ആണ് ചെയ്യുന്നത്. ഓരോ വർക്ക്ഷീറ്റായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ ഡെഫിനേഷനും കൂടിയുണ്ട് കേട്ടോ. അവസാനം വേണമെങ്കിൽ എല്ലാ വർക്ക്ഷീറ്റിൻ്റെയും PDF മാത്രമായിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കാം. As Tyle was a Flemish painter, the captain of guards allowed him to meet the Archduke. The Archduke welcomed him. He gave him a grand feast. Okay, നമ്മൾ പറഞ്ഞു ഫ്ലെമിഷ് പെയിൻറ്റർ ആയതുകൊണ്ട് നമ്മുടെ ക്യാപ്റ്റൻ ഓഫ് ഗാർഡ്സ് എന്ത് ചെയ്തു? നമ്മുടെ ആർച്ച്ഡ്യൂക്കിൻ്റെ കൊട്ടാരത്തിലേക്ക് കടക്കാനായിട്ട് നമ്മുടെ ആരിനെ സമ്മതിച്ചു? ടൈലിനെ സമ്മതിച്ചു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ കടന്നപ്പോൾ അദ്ദേഹത്തിന് വളരെ ഭയങ്കരമായിട്ടുള്ള വിഭവസമൃദ്ധമായിട്ടുള്ള സംഷ്യസ് ആയിട്ടുള്ള ഡെലീഷ്യസ് ആയിട്ടുള്ള സദ്യ ഒരുക്കി കൊടുത്തു. ടൈൽ പ്രസൻറ്റഡ് ഹിസ് പെയിൻറ്റിങ് ടു ദ ആർച്ച്ഡ്യൂക്ക്. എന്നിട്ട് ടൈൽ ഒരു പെയിൻറ്റിങ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ, അത് നമ്മുടെ ആർച്ച്ഡ്യൂക്കിനെ പ്രസൻറ്റ് ചെയ്തു. ദ ആർച്ച്ഡ്യൂക്ക് വാസ് ഇംപ്രസ്ഡ്. അപ്പോൾ ആൾക്ക് വളരെ സന്തോഷമായി, ഭയങ്കര ഇംപ്രസ്ഡായി. നല്ല പെയിൻറ്റിംഗ് ആയിരുന്നു. ആൻഡ് ടൈൽ വാസ് അപ്പോയിൻറ്റഡ് ദി കോർട്ട് പെയിൻറ്റർ. എന്തായി? ആ ഒരു കൊട്ടാരത്തിലത്തെ പെയിൻറ്ററായിട്ട്, കൊട്ടാരം പെയിൻറ്ററായിട്ട്, പെയിൻറ്റ് പണിക്കാരനല്ല കേട്ടോ, കൊട്ടാരം പെയിൻറ്ററായിട്ട് ആളിനെ നിയോഗിച്ചു. ടൈൽ വാസ് ത്രിൽഡ്. ദാറ്റ് നൈറ്റ് ഹി വാസ് സോ എക്സൈറ്റഡ് ദാറ്റ് ഹി കുഡ് നോട്ട് സ്ലീപ്പ്. ആ രാത്രി ടൈലിന് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കൊണ്ട് ഉറങ്ങാനേ സാധിച്ചില്ല. ഓക്കെ, ഹി എക്സ്പ്രസ്ഡ് ഹിസ് ഫീലിങ്സ് ഇൻ ഹിസ് ഡയറി, പ്രിപ്പയർ ദ പോസിബിൾ ഡയറി. അപ്പോൾ ടൈലിനുണ്ടായിട്ടുള്ള ഫീലിങ്സ് ഒക്കെ ആളൊരു ഡയറിയിൽ എഴുതി വെച്ചു. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ആ ഡയറിയിൽ എഴുതിയിട്ടുണ്ടാവാൻ സാധ്യത എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് അതിൻ്റെ ഒരു ഡയറി എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഡയറി എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കണം എന്നുള്ളത് നോക്കാം. ഇത് 9ാം ക്ലാസ്സിൽ പോകുന്ന സമയത്തും 10ാം ക്ലാസ്സിൽ പോകുന്ന സമയത്തൊക്കെ ഇത് ആവശ്യമുള്ളതാണ്. ഇതിൻ്റെ ഫോർമാറ്റ് ഇടാം, നോക്കാം. ഡേ ആൻഡ് ഡേറ്റ്. ഡേയും ഉണ്ടായിരിക്കണം, ഡേറ്റും അടയാളപ്പെടുത്തണം. എന്നാണോ ഈ ഒരു സംഭവം നടക്കുന്നത്, എന്നാണ്, അല്ലെങ്കിൽ മൺഡേ, ട്യൂസ്ഡേ, വെൻസ്ഡേ, തേഴ്സ്ഡേ, ഏതാണോ ആ ഒരു ഡേറ്റ് എന്നുള്ളത് എഴുതണം. ഡേയും എഴുതണം, ഡേറ്റും എഴുതണം. ഓക്കെ, പ്രോപ്പർ ഇനീഷ്യേഷൻ വിത്ത് എൻ എക്സ്പ്രഷൻ. എക്സാമ്പിൾ, അൺഫോർഗറ്റബിൾ ഡേ, മറക്കാനാവാത്തൊരു ദിവസം, അല്ലെങ്കിൽ അലാസ്, അയ്യോ കഷ്ടമായിപ്പോയി, അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട്. നല്ല ദിവസമാണെങ്കിലും നമുക്ക് പറയാം വാവ് ഇറ്റ് വാസ് എൻ അൺഫോർഗറ്റബിൾ ഡേ. മോശം ആണെന്നുണ്ടെങ്കിൽ എന്താ പറയാം? അലാസ് വെച്ചിട്ട് നമുക്ക് എഴുതി തുടങ്ങാം. ഓക്കെ, അതിനാണ് പ്രോപ്പർ ഇനീഷ്യേഷൻ കേട്ടോ. നല്ലൊരു തുടക്കം ഉണ്ടായിരിക്കണം. വിത്ത് എൻ എക്സ്പ്രഷനാണത്. റീകോൾ ദ സ്റ്റോറി ആൻഡ് ഫിക്സ് ഇമ്പോർട്ടൻറ്റ് ഇവൻറ്റ്സ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മെൻഷൻ ചെയ്യണം. പിന്നെ ഐ വെച്ചിട്ട് വേണം എഴുതാനായിട്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ചിന്തകളും കാര്യങ്ങളൊക്കെയാണ് എഴുതേണ്ടത്. അപ്പോൾ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നുള്ളതൊന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഫോർമാറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ ആദ്യം കൊടുത്തിട്ടുള്ള ഡേറ്റ് ആണ്. അവിടെ കൊടുത്തിട്ടുള്ളത് 12/02/1873 എന്നുള്ളതാണ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം താഴെയായിട്ട് ഡേ കൊടുത്തിട്ടുണ്ട്, മൺഡേ ആണ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മാർവലസ് ഡേ, അതായത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, ഇതിനാണ് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് കേട്ടോ. മാർവലസ് ഡേ, നല്ലൊരു ദിവസമായിരുന്നു എന്ന് പറയുന്നത്. ബാക്കി നമ്മളോട് എഴുതാനായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്ന് പറയാം. ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ടു ദ ഗോഡ് ഹു ഗേവ് മീ ദ സ്കിൽസ് ഓഫ് എ പെയിൻറ്റർ ആൻഡ് ഇറ്റ് ഈസ് റിയലി എ ലക്ക് ദാറ്റ് ഐ വാസ് ബോൺ ഇൻ ഫ്ലാൻഡേഴ്സ്. എന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിനോട് കൃതാർത്ഥനാണ്, അല്ലെങ്കിൽ ഞാൻ നന്ദി പറയുന്നു. കാരണം ദൈവമാണ് എനിക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ഈ കഴിവുകളൊക്കെ തന്നിട്ടുള്ളത്. ആ ദൈവത്തിനോട് ഞാൻ നന്ദി പറയുന്നു. അതുമാത്രമല്ല, ശരിക്കും പറഞ്ഞതിൻ്റെ ഒരു ഭാഗ്യമാണ് ഞാൻ ഫ്ലാൻഡേഴ്സിൽ ജനിക്കാനായിട്ടുള്ളത്. കാരണം ഫ്ലാൻഡേഴ്സിൽ നിന്നാണ് ഞാൻ ഫ്ലെമിഷ് പെയിൻറ്റർ ആണെന്ന് പറഞ്ഞപ്പോഴാണല്ലോ നമ്മളെ ടൈലിനെ അവിടേക്ക് ഉള്ളിലേക്ക് കടത്തിയത്. അപ്പോൾ അതിന് ഞാൻ അതിൻ്റെ ഭാഗ്യമാണെന്ന് പറയുന്നു. ഐ കാൺട്ട് ബിലീവ് മൈ ഐസ്. എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനേ പറ്റുന്നില്ല. ടുഡേ ഐ ബിക്കെയിം എ കോർട്ട് പെയിൻറ്റർ. ഞാനിന്നൊരു രാജകൊട്ടാരത്തിലൊരു പെയിൻറ്ററായി. ആൻഡ് ഐ എം ഗോയിങ് ടു ഹാവ് എവറിത്തിങ് ഐ വോണ്ട് ടു ഹാവ് ഇൻ മൈ ലൈഫ്. എനിക്കിനി എൻ്റെ ലൈഫിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ ഞാൻ നേടിയെടുക്കും എന്നുള്ളതാണ് പറയുന്നത്. ഐ വിൽ സ്റ്റാർട്ട് ഡ്രോയിങ് ടുമോറോ ആൻഡ് ഐ കാൺട്ട് ഇമാജിൻ ഹൗ വണ്ടർഫുൾ വിൽ ബി ദ പെയിൻറ്റിങ് ഓർ ദ പോർട്രേറ്റ് ഓഫ് ആർച്ച്ഡ്യൂക്ക് ആൻഡ് ദ കോർട്ടിയേഴ്സ്. എന്നിട്ട് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാളെ വരയ്ക്കാനായിട്ട് തുടങ്ങും. ഐ കാൺ ഇമാജിൻ, എനിക്ക് ഇമാജിൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല. എന്താണ്? ഹൗ വണ്ടർഫുൾ വിൽ ബി ദ പോർട്രേറ്റ് ഓർ ഓഫ് ആർച്ച്ഡ്യൂക്ക് ആൻഡ് ഹിസ് കോർട്ടിയേഴ്സ്. അപ്പോൾ ആർച്ച്ഡ്യൂക്കിൻ്റെയും ആ രാജധാനിയിലുള്ള ആളുകളുടെയൊക്കെ ചിത്രം വരയ്ക്കുന്ന എത്ര മനോഹരമായിരിക്കും എന്നുള്ളത് എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരിക്കും എന്നുള്ള വളരെ എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് നമ്മുടെ ടൈലിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതൊരു മോഡലാണ്. നിങ്ങൾക്ക് ചേഞ്ചസ് വേണമെങ്കിൽ വരുത്തിയിട്ട് എഴുതാവുന്നതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആക്ടിവിറ്റി 3 നമുക്ക് ഉടൻ തന്നെ ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട്, പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാതെ സ്കൂട്ടാവുന്നവരുണ്ട്. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.
ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. നമ്മൾ 8ാം ക്ലാസ്സിലത്തെ ഇംഗ്ലീഷ് വർക്ക്ഷീറ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 1, 2 നമ്മൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. നമ്മൾ 3 ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ ആദ്യം തന്നെ 3 പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ആദ്യം നമ്മുടെ ടൈല് കഴുതപ്പുറത്ത് ഓൺ ഹിസ് ഡോങ്കി ഇങ്ങനെ വാണ്ടർ ചെയ്യുന്നു, ചുറ്റിപ്പറ്റി നടക്കുന്നു, അല്ലെങ്കിൽ കറങ്ങിയടിച്ച് നടക്കുന്നു, തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്നു. അതിനുശേഷം അദ്ദേഹം നമ്മുടെ കൊട്ടാരത്തിലെത്തുന്നു, പാലസിലെത്തുന്നു. അവിടെ രാജാവിനെ കണ്ട് സംസാരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ചിത്രം കൊടുക്കുന്നു. അതുപോലെ തന്നെ അവിടെ കോട്ട് പെയിൻറ്ററായിട്ട് അയാളിനെ നിയോഗിക്കുന്നു. അതിനുശേഷം ടൈലിനോട് പറയുകയാണ് ഒരു പിക്ചർ വരയ്ക്കണമെന്ന് പറയുന്നു. പക്ഷേ ടൈല് എങ്ങനെയോ പിക്ചറൊന്നും വരയ്ക്കാതെ രക്ഷപ്പെടുന്നു. ആ സ്ക്രീന് കാണിക്കുന്ന ചിത്രമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ആ ഒരു കഥ മനസ്സിൽ വന്നിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി വാട്ട് ഡിഡ് ദി ആർച്ച്ഡ്യൂക്ക് അപ്പോയിൻറ്റഡ് വൈ ഡിഡ് ദി ആർച്ച്ഡ്യൂക്ക് അപ്പോയിൻറ്റഡ് ടൈൽ ആസ് ദി കോട്ട് പെയിൻറ്റർ? എന്തുകൊണ്ടാണ് നമ്മളെ കോട്ട് പെയിൻറ്ററായിട്ട് ടൈലിനെ നിയോഗിച്ചത്? തീർച്ചയായിട്ടും യെസ്, ഹിസ് അപ്പിയറൻസ്, ടോക്കറ്റീവ് നേച്ചർ ആൻഡ് പെയിൻറ്റിങ് അട്രാക്റ്റഡ് ദി ആർച്ച്ഡ്യൂക്ക്. നൗ ലുക്ക് അറ്റ് ദ വേർഡ് വെബ്. അപ്പോൾ വേർഡ് വെബ് നോക്കാനായിട്ട് പറഞ്ഞിട്ടുള്ളത് നമ്മൾക്കതൊന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് ടൈലിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്നുള്ളതൊന്ന് പറയാം. ടൈല് കണ്ണിങ് ആയിരുന്നു, ട്രിക്കി ആയിരുന്നു, വാണ്ടറർ ആയിരുന്നു, കറങ്ങിയടിച്ച് നടക്കുന്ന ഒരാളായിരുന്നു, സ്ലിം ആയിരുന്നു, തടി കുറഞ്ഞിട്ടുള്ളതായിരുന്നു, ഫ്ലെമിഷ് പെയിൻറ്റർ ആയിരുന്നു. ഓക്കെ, ഫ്ലാൻഡേഴ്സ് എന്നുള്ളൊരു പെയിൻറ്റർ ആയിരുന്നു, അതുകൊണ്ടാണ് ഫ്ലെമിഷ് പെയിൻറ്റർ എന്ന് പറയുന്നത്. ഒരു ക്യാപ്പ് വിത്ത് ഫെദേഴ്സ് ഉള്ളൊരു ക്യാപ്പ് ധരിച്ചിരുന്നു. പിന്നെ സെൻസ് ഓഫ് ഹ്യൂമർ, നല്ല തമാശയൊക്കെ പറഞ്ഞിരുന്നു. ലുക്സ് ലൈക്ക് എ സ്കെലറ്റൻ, ഒരു അസ്ഥിക്കുടം പോലെയുള്ള വളരെ തടി കുറഞ്ഞിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. ഇത്രയാണ് അതിൻ്റെ സ്വഭാവ സവിശേഷതകൾ. ഇനി ഇതിൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചിട്ടുള്ളത് നിങ്ങളോട് ടൈലിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനായിട്ടുള്ളതാണ് കേട്ടോ. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി വേർഡ് വെബ്. അപ്പോൾ നമ്മൾ നേരെ മേലെ കൊടുത്തിട്ടുള്ള വേർഡ് വെബ് ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ സ്കെച്ച് എഴുതാനായിട്ട് ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് സ്വഭാവ സവിശേഷതകൾ, എങ്ങനെയൊക്കെ എഴുതാം എന്നുള്ളത് ഒന്ന് നോക്കാം. ഓക്കെ, ടൈൽ വാസ് എ പെയിൻറ്റർ. ഹി വാണ്ടഡ് ഫ്രം കോട്ട് ടു കോട്ട് ഓൺ ഹിസ് ഡോങ്കി. ഡോങ്കിയുടെ പേരെന്തായിരുന്നു? ജെഫാണ് കേട്ടോ. ജെഫ് എന്നാണ് ഡോങ്കിയുടെ പേര് പറയുന്നത്. അപ്പോൾ ടൈൽ ഒരു പെയിൻറ്റർ ആയിരുന്നു. ആൾ കറങ്ങിയടിച്ചിട്ട് കുറേ സ്ഥലങ്ങളിലൊക്കെ നടന്നിരുന്നതാണ്. ഓരോ രാജധാനി പോലെ ഇങ്ങനെ, രാജധാനി മീൻസ് ഓരോ പാലസായിട്ട് ഇങ്ങനെ നടക്കുകയായിരുന്നു. ഹി വാസ് സ്ലിം ആൻഡ് ലുക്ക്ഡ് ലൈക്ക് എ സ്കെലറ്റൻ. ആൾ വളരെ തടി കുറവായിരുന്നു, ഒരു അസ്ഥിക്കുടം പോലെയായിരുന്നു. ഹി ഓൾവേസ് വോർ എ ക്യാപ്പ് വിത്ത് 3 ബ്രൈറ്റ് ഫെദേഴ്സ്. ഓക്കെ, അപ്പോൾ 3 നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ഫെദേഴ്സ് ഉള്ള ക്യാപ്പ്, തൊപ്പി എപ്പോഴും ധരിക്കാറുണ്ടായിരുന്നു. ഹി ഈസ് കണിങ് ആൻഡ് ട്രിക്കി. ആൾ ഭയങ്കര ബുദ്ധിശാലിയായിരുന്നു, സൂക്ഷ്മതയുള്ള ഒരു മനുഷ്യനായിരുന്നു. ഹി ഹാസ് എ ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ. നല്ല തമാശക്കാരനായിരുന്നു. ആൻഡ് വാല്യൂസ് ഹിസ് ഓൺ ഫ്രീഡം ആൻഡ് ക്രിയേറ്റിവിറ്റി. അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ക്രിയേറ്റിവിറ്റി ഒക്കെ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടെത്തൽ, അതിലൊക്കെ വാല്യൂ കൊടുത്തിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്യാരക്ടർ സ്കെച്ചായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. 8th Standard English Worksheet 4. Tile was appointed as the court painter of the Archduke. The Archduke informed the courtiers and the public about this appointment through an announcement. ലെറ്റ്സ് ഗോ ത്രൂ ദി അനൗൺസ്മെൻറ്റ്. അപ്പോൾ നമ്മൾ ടൈലിനെ കൊട്ടാരം പെയിൻറ്ററായിട്ട് നിയോഗിച്ചു. അപ്പോൾ അത് നാട്ടുകാരെയും മറ്റുള്ള ആളുകളെയൊക്കെ അറിയിക്കാനായിട്ടൊരു അനൗൺസ്മെൻറ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അതാണ് താഴെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതാണ് അനൗൺസ്മെൻറ്റ് പറയുന്നത്. Attention, attention, attention. Ladies and gentlemen, here is an important announcement from His Highness, the Archduke of Battenberg. അപ്പോൾ ഹിസ് ഹൈനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആദരസൂചകമായിട്ട് പറയുന്നതാണ്. കൊട്ടാരത്തിലെ പ്രഭുവിനെ ആദരസൂചകമായിട്ട് പറയുന്ന ഒരു വേർഡാണ് കേട്ടോ. ഓക്കെ, സിൻസ് ദ ഡെത്ത് ഓഫ് ദ റോയൽ കോട്ട് പെയിൻറ്റർ ദ സീറ്റ് ഓഫ് ദി കോട്ട് പെയിൻറ്റർ റിമെയിൻസ് വേക്കൻറ്റ്. അപ്പോൾ നമ്മുടെ കൊട്ടാരം പെയിൻറ്റർ മരിച്ചത് മൂലം ആ ഒരു വേക്കൻസി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. വി വെർ സോ മച്ച് വറീഡ് ഓൺ സീയിങ് ദ വേക്കൻറ്റ് സീറ്റ്. അപ്പോൾ അത് കാണുമ്പോൾ ഞങ്ങൾക്ക് വളരെ വിഷമമായിരുന്നു. വി വെർ ഇൻ സെർച്ച് ഓഫ് എ ബ്ലെസ്ഡ് ആർട്ടിസ്റ്റ്. അപ്പോൾ ഞങ്ങൾ ഇതുവരെ ഒരു സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു നല്ല പെയിൻറ്ററിന് വേണ്ടിയിട്ട്. വി ആർ ലക്കി ടു ഗെറ്റ് എ ന്യൂ കോട്ട് പെയിൻറ്റർ. വി പ്രൗഡ്ലി ഇൻട്രൊഡ്യൂസ് മിസ്റ്റർ ടൈൽ Olenspiegel, who is a famous Flemish painter. We hereby officially announce the appointment of Mr. Tyle Olenspiegel as the court painter of Battenberg. His Highness the Archduke Battenberg, 1502-1873. ഇത്രയും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അയാളെ നിയോഗിക്കാനായിട്ട് പോവുകയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി പറയുന്നത് 60 ദിവസം നമ്മുടെ ടൈലും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൊക്കെ കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ട് അവിടെ കൊട്ടാരത്തിൽ വസിച്ചു. അതിനുശേഷം ആൾ 60ാമത്തെ ദിവസം പെയിൻറ്റിങ് കാണിക്കാൻ പോവാണ്. അപ്പോൾ ഇത് കാണിച്ചുകൊണ്ട്
എന്ത് ചെയ്യണം, ആളുകളെ ഇൻവൈറ്റ് ചെയ്യുന്ന രീതിയിലായിട്ട് ഒരു അനൗൺസ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. നോക്കാം, അനൗൺസ്മെൻറ്റ് വാസ് മെയ്ഡ് ടു ഇൻവൈറ്റ് ഓൾ ദ കോർട്ടിയേഴ്സ് പ്രിപ്പയർ ദ ലൈക്ലി അനൗൺസ്മെൻറ്റ്. അപ്പോൾ ലൈക്ലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധ്യതയുള്ള എന്നർത്ഥം. അപ്പോൾ എങ്ങനെയുള്ളൊരു അനൗൺസ്മെൻ്റ് ആയിരിക്കാം നമ്മളവിടെ കേൾക്കാൻ സാധ്യതയുള്ളത്. അപ്പോൾ അതൊന്ന് എഴുതാനാണ് പറയുന്നത്. കുറച്ചൊരു ഭാഗം തന്നിട്ടുണ്ട്. അറ്റൻഷൻ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഹിസ് ഹൈനസ് ദി ആർച്ച് ഡ്യൂക്ക് ഓഫ് ബാറ്റൻബർഗ് ഹാസ് ആൻ അനൗൺസ്മെൻറ്റ് ഫോർ യു എന്ന് തന്നിട്ടുണ്ട്. ബാക്കി നമുക്ക് എഴുതാം. 60 days വെയിറ്റിംഗ് ഇസ് ഗോയിങ് ടു ബി എൻഡഡ്. നമ്മുടെ 60 ദിവസത്തെ കാത്തിരിപ്പ് അവസാനിക്കാൻ പോവുകയാണ്. Our new court painter, Mr. Tyle, is about to exhibit one of his masterpiece painting which illustrates our court and courtiers. അപ്പോൾ നമ്മുടെ നമ്മുടെ പുതിയ കൊട്ടാരം പെയിൻറ്ററായിട്ടുള്ള ടൈല് അദ്ദേഹത്തിൻ്റെ എക്കാലത്തെയും മാസ്റ്റർ പീസ് ആയിട്ടുള്ള നമ്മളെ കൊട്ടാരവും അല്ലെങ്കിൽ നമ്മുടെ കൊട്ടാരത്തിലുള്ള ആളുകളെയൊക്കെ വരച്ച് കാണിക്കുന്ന, അതിനാണ് ഇല്ലുസ്ട്രേറ്റ് എന്ന് പറയുന്നത്, വരച്ച് കാണിക്കുന്ന ഒരു മാസ്റ്റർ പീസ് വെച്ച് കഴിഞ്ഞാൽ വൺ ഓഫ് ദി ബെസ്റ്റ് എന്നർത്ഥം. മാസ്റ്റർ പീസ് പെയിൻറ്റിംഗ് ആണ് കാണിക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് all the courtiers are invited to witness this beautiful event. അപ്പോൾ ഈ ഒരു സുദിനം ധന്യമാക്കാനായിട്ട് എല്ലാവരെയും ക്ഷണിച്ചു കൊള്ളുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡൽ എഴുതാം. എന്നിട്ട് അതിന് താഴെയായിട്ട് എഴുതേണ്ടത് His Highness the Archduke, Battenberg, 1502-1873. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്കിത് എൻഡ് ചെയ്യാവുന്നതാണ്. അവസാനം നമ്മൾ എഴുതുക മഹാനായിട്ടുള്ള ചക്രവർത്തി അല്ലെങ്കിൽ മഹാനായിട്ടുള്ള പ്രഭു എന്നൊക്കെ പറയില്ലേ. ഓക്കെ, അങ്ങനെ തിരുമനസ് എന്നൊക്കെ പറയില്ല, അതിനാണ് ഹിസ് ഹൈനസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെ ആ ഒരു സ്ഥലവും അതുപോലെ തന്നെ ഡേറ്റും എന്നാണ് ഈ സംഭവം അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത് എന്നുള്ളതുമാണ് കൊടുക്കുന്നത്. ഓക്കെ, ഇംഗ്ലീഷ് വർക്ക്ഷീറ്റ് 5. ലുക്ക് അറ്റ് ദ പിക്ചർ. അപ്പോൾ താഴെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറിൽ നമ്മുടെ ടൈല് പിക്ചർ വരയ്ക്കാമെന്നൊക്കെ പറഞ്ഞിട്ടൊന്നും വരയ്ക്കാതെ മറ്റുള്ളവരെ ഫൂളാക്കുന്ന ഒരു പിക്ചറാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ മറ്റുള്ളവർ ആ പിക്ചറിൽ നോക്കിയിട്ട് അല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു വാളിൽ നോക്കിയിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്, എന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പാഠഭാഗത്തുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്. യെസ്, അപ്പോൾ ഇതിലത്തെ ചോദ്യം എന്താണെന്നുള്ളത് നോക്കാം. ടൈൽ വാസ് കൺഫ്യൂസ്ഡ്, ഹൗ കൻ ഐ മേക്ക് ദി പോർട്രേറ്റ്. അപ്പോൾ ടൈൽ ആകെ കൺഫ്യൂസ്ഡ് ആയിരുന്നു, എങ്ങനെ ചിത്രം വരയ്ക്കുന്നു ആലോചിച്ചിട്ട്. ഇഫ് യു ഒബേസ് ദി ആർച്ച് ഡ്യൂക്ക് ആൻഡ് പെയിൻറ്റ്സ് ദി കോർട്ടിയേഴ്സ് ആസ് ദേ ആർ, ദി കോർട്ടിയേഴ്സ് വിൽ കിൽ ഹിം. അതായത് നമ്മുടെ പ്രഭു പറഞ്ഞതനുസരിച്ചിട്ട് എല്ലാവരെയും അതുപോലെ തന്നെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കോർട്ടിയേഴ്സ് എല്ലാവരും കൂടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ആ കൊട്ടാരത്തിലുള്ള എല്ലാവരും കൂടിയിട്ട് ടൈലിനെ കൊല്ലും. ഇഫ് യു ഒബേസ് ദ കോർട്ടിയേഴ്സ് ആൻഡ് മേക്ക് ദം ബ്യൂട്ടിഫുൾ ഇൻ ദ പോർട്രേറ്റ്, ദി ആർച്ച് ഡ്യൂക്ക് വിൽ കിൽ ദം. ഇനി അവരെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വരയ്ക്കുകയാണെങ്കിലോ ആർച്ച് ഡ്യൂക്ക് എന്നെ കൊല്ലും. ആർച്ച് ഡ്യൂക്ക് പറഞ്ഞിട്ടുള്ള എന്താണ്, നല്ല രീതിയിൽ അവർ എങ്ങനെയാണോ അതേപോലെ തന്നെ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ടൈൽ എസ്കേപ്ഡ് ഫ്രം ദ പാലസ് മേക്കിംഗ് ഫൂൾ ഓഫ് ദി ആർച്ച് ഡ്യൂക്ക് ആൻഡ് ദി കോർട്ടിയേഴ്സ്. ഹി ടോൾഡ് ദാറ്റ് ഓൺലി നോബിൾ ബ്ലഡഡ് മെൻ വുഡ് ബി ഏബിൾ ടു സീ ദ പെയിൻറ്റിംഗ്. അപ്പോൾ ടൈൽ എങ്ങനെ രക്ഷപ്പെട്ടത്, നല്ല രാജകീയ രക്തം ഉള്ളിലുള്ളവർക്ക് മാത്രമേ ഈ ഒരു പിക്ചർ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. The courtiers outdid each other in showing their admiration for the picture. He had wonderful time in the palace, making merry with his fellow men for 60 days. 60 ദിവസം ആൾ നല്ല എൻജോയ് ചെയ്തു നമ്മുടെ ടൈല്. ഓക്കെ, യെസ്, ഹി റിസീവ്ഡ് ഹിസ് റിവാർഡ് ഇൻ ദ ബിഗിനിങ് ഇറ്റ് സെൽഫ്. ആൾക്ക് പൈസയൊക്കെ എന്ത് ചെയ്തു, മുന്നേ തന്നെ കിട്ടി. ടൈലിന് ഈ ചിത്രം വരയ്ക്കുന്നതിൻ്റെ പൈസയൊക്കെ മുന്നേ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ടൈല് അബ്സ്കോണ്ട് ചെയ്തു, അല്ലെങ്കിൽ കടന്നു കളഞ്ഞു, രക്ഷപ്പെട്ടു. ഓക്കെ, അപ്പോൾ അതിനുശേഷം ഹി റൈറ്റ്സ് എ ലെറ്റർ ടു ഹിസ് ഫ്രണ്ട് എക്സ്പ്ലെയിൻ ദി ഇൻസിഡൻസ് ഇൻ ദി പാലസ്. അപ്പോൾ ആ പാലസിൽ കൊട്ടാരത്തിൽ നടന്നിട്ടുള്ള സംഭവ വികാസങ്ങളെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം നമ്മുടെ ടൈല് ഒരു ഫ്രണ്ടിന് കത്തെഴുതുന്നതാണ്. ഓക്കെ, അപ്പോൾ പ്രിപ്പയർ എ ലൈക്ലി ലെറ്റർ. അപ്പോൾ ഒരു വരാൻ സാധ്യതയുള്ള എങ്ങനെയായിരിക്കാം നമ്മുടെ ടൈലിൻ്റെ ലെറ്റർ ഉണ്ടായിരിക്കുക എന്നുള്ളത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ പോയിൻറ്റ്സ് ഓർത്ത് വയ്ക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണെന്നും പറയുന്നുണ്ട്. പോയിൻറ്റ്സ് ടു റിമെമ്പർ വൈൽ റൈറ്റിംഗ് എ ഫ്രണ്ട്ലി ലെറ്റർ. ഇത് ഫ്രണ്ട്ലി ലെറ്റർ ആണ്. പ്ലേസ്, ഡേറ്റ് ഉണ്ടായിരിക്കണം, സാല്യൂട്ടേഷൻ ഉണ്ടായിരിക്കണം. അതായത് ഡിയർ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സാല്യൂട്ടേഷൻ ഉണ്ടായിരിക്കണം. അപ്പോൾ ആദ്യം തന്നെ പ്ലേസ് വേണം, ഡേറ്റ് വേണം കേട്ടോ, അതിനുശേഷം സാല്യൂട്ടേഷൻ, അതിനുശേഷം പേഴ്സണൽ ഗ്രീറ്റിംഗ്സ്, റീകോൾ ദ മെയിൻ ഇവൻറ്റ്സ്, മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക. പിന്നീട് ലീവ് ടേക്കിംഗ് ആണ്, അതായത് US ലവിംഗ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ, പിന്നെ നെയിം, സിഗ്നേച്ചർ കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇറ്റ്സ് എ ലോങ് ടൈം സിൻസ് വി മെറ്റ്, ഇസ്ൻ്റ് ഇറ്റ്? നമ്മൾ കണ്ടിട്ട് ഒരുപാട് നാളായി അല്ലേ. ഹോപ്പ് യു ആൻഡ് യുവർ ഫാമിലി ഈസ് ഡൂയിങ് ഗുഡ്. നിനക്കും നിൻ്റെ ഫാമിലിക്കൊക്കെ നല്ലതാണെന്ന് വിചാരിക്കുന്നു, നന്നായിട്ട് പോകണമെന്നൊക്കെ വിചാരിക്കുന്നു. ഐ വാസ് അപ്പോയിൻറ്റഡ് ആസ് എ കോട്ട് പെയിൻറ്റർ 2 months ago. 2 മാസം മുന്നേ എന്നെ കോട്ട് പെയിൻറ്ററായിട്ട് നിയോഗിച്ചു. ഇറ്റ് ചേഞ്ച്ഡ് മൈ ഹോൾ ലൈഫ്. അതെൻ്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു.
ആഫ്റ്റർ ലീഡിങ് എ ലക്ഷറിയസ് ലൈഫ് ആൻഡ് മേക്കിംഗ് ലോട്ട് ഓഫ് മണി ഐ കെയിം ഹോം പ്രീവിയസ് ഡേ. നല്ല അടിപൊളിയായിട്ടുള്ള ജീവിതം നയിച്ചതിന് ശേഷവും 2 മാസം നല്ല അടിപൊളിയായിട്ടുള്ള ജീവിതം നയിച്ചതിന് ശേഷവും ഒരുപാട് പൈസ ഉണ്ടാക്കിയതിന് ശേഷവും ഞാൻ കഴിഞ്ഞ ദിവസം വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പറയുന്നത്. ആൻഡ് അഗെയിൻ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ഉണ്ട്, പറയാം. ഇൻഫാക്ട് ഐ വാസ് ഓൺ ദ വേർജ് ഓഫ് ഡെത്ത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ മരണത്തിൻ്റെ വക്കിലായിരുന്നു. ഓൺ ദ വേർജ് ഓഫ് ഡെത്ത് എന്ന് വെച്ചാൽ മരണത്തിൻ്റെ വക്കിലായിരുന്നു. ബട്ട് സംഹൗ ഐ യൂസ് സം ട്രിക്സ് ആൻഡ് ഗോട്ട് റിഡ് ഓഫ് ഇറ്റ്. പക്ഷേ എങ്ങനെയോ ഞാൻ കുറച്ച് ട്രിക്സൊക്കെ ഉപയോഗിച്ചിട്ട് രക്ഷപ്പെട്ടു. സം ഓഫ് അവർ ഫ്രണ്ട്സ് വെർ വിത്ത് മീ. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഐ ഷാൽ സേ എവറിത്തിങ് ഇൻ ഡീറ്റെയിൽ വെൻ വി മീറ്റ്. നമ്മൾ കാണുമ്പോൾ എല്ലാ കാര്യവും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. കൺവേ മൈ റിഗാർഡ്സ് ടു യുവർ ഫാമിലി. എൻ്റെ അന്വേഷണങ്ങൾ നിൻ്റെ ഫാമിലിയെ അറിയിക്കൂ. കൺവേ എന്ന് പറഞ്ഞാൽ അറിയിക്കുക എന്നർത്ഥം. അവസാനം യുഎസ് ലവിങ്ലി, പിന്നെ പേര്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ എന്തിലുണ്ടായിരിക്കേണ്ടത്, ഫ്രണ്ട്ലി ലെറ്ററിൽ ഉണ്ടായിരിക്കുന്നത്. ലെറ്ററിൻ്റെ ഫോമാറ്റ് നല്ല രീതിയിൽ മനസ്സിലാക്കി വയ്ക്കുക. നിങ്ങൾക്ക് 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്തും 10ൽ പഠിക്കുന്ന സമയത്തൊക്കെ ലെറ്റർ അത്യാവശ്യമാണ്. ഫോമൽ, ഇൻഫോമൽ ആൻഡ് സെമി ഫോമൽ കൈൻഡ് ഓഫ് ലെറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കി വയ്ക്കുക.